പിന്നെ ക്രൂഡ് ഓയിൽ നമ്മളിപ്പോൾ ഇതിന് മുമ്പും ക്രൂഡ് ഓയിൽ 118 പോയിട്ടുണ്ട് ഇതിന് മുമ്പുള്ള അവസ്ഥയിൽ. പക്ഷേ ഇത്തവണ അത്രയൊന്നും ക്രൂഡ് ഓയിൽ പോയിട്ടില്ല. അപ്പം നമ്മുടെ സേവിങ്സ് പലപ്പോഴും അത് നമുക്ക് ബ്രേക്ക് ചെയ്ത് നമുക്ക് എടുക്കേണ്ടി വരുന്നു. അപ്പം ആ ഒരു ക്രൈസിസിനെ നമ്മൾ എങ്ങനെ മാനേജ് ചെയ്യും? എനിക്ക് ഒരു 2 അല്ലെങ്കിൽ 3 മാസത്തെ മിനിമം 2 മാസത്തെ എക്സ്പെൻസ് എങ്കിലും എൻ്റെ ബാങ്കിൽ ലിക്വിഡായിട്ട് കീപ്പ് ചെയ്യും. ഇപ്പോൾ ഈ കഴിഞ്ഞ ഒരു 2 വീക്സ് ആയിട്ട് നമ്മൾ കണ്ടുവരുന്ന ഈ ഒരു ഫ്യൂവൽ പ്രൈസ് ഹൈക്ക്, അത് ശരിക്കും നമ്മുടെ ഇന്ത്യൻ സിറ്റിസൻസിൻ്റെ ഒരു പർച്ചേസിങ് കപ്പാസിറ്റി അത് ഭയങ്കരമായി ബാധിക്കുന്നുണ്ട്. നമ്മുടെ ഡെയിലി എക്സ്പെൻസസ് കൂടുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ ഇപ്പോൾ ഈ വെസ്റ്റ് ഏഷ്യൻ കൺട്രിയിൽ നടക്കുന്ന ഈ ക്രൈസിസ് ശരിക്കും നമുക്ക് വിദേശത്ത് നിന്ന് വരുന്ന അതായത് റെമിറ്റൻസസും കാര്യമായി ബാധിച്ചിട്ടുണ്ട്. അപ്പം അത് ഒരു കാര്യമായിട്ടുള്ളൊരു ഫിനാൻഷ്യൽ ക്രൈസിസിലേക്ക് പോകും. ഫിനാൻഷ്യൽ ക്രൈസിസിലോട്ട് പോകാനുള്ള ചാൻസസ് കുറവാണ്. കാരണം ഓൾറെഡി അതിനുള്ള സ്റ്റെപ്സ് ഒക്കെ എടുത്തു തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ക്രൂഡ് ഓയിൽ നമ്മളിപ്പോൾ ഇതിന് മുമ്പും ക്രൂഡ് ഓയിൽ 118 പോയിട്ടുണ്ട് ഇതിന് മുമ്പുള്ള അവസ്ഥയിൽ. പക്ഷേ ഇത്തവണ അത്രയൊന്നും ക്രൂഡ് ഓയിൽ പോയിട്ടില്ല. പിന്നെ ഇപ്പോൾ ഇന്ത്യയിലെ കുറേയൊക്കെ റഷ്യയിൽ നിന്ന് വാങ്ങിക്കുന്നുണ്ട്, വേറെ സ്ഥലങ്ങളിൽ നിന്ന് വാങ്ങിക്കുന്നുണ്ട്. അതുകൊണ്ട് ക്രൂഡ് ഓയിൽ ഏകദേശം 110 സ്റ്റേബിൾ ആവുമെന്നാണ് നോർമലി പറയുന്നത്. ഇപ്പോൾ റീസെൻ്റായിട്ട് വീണ്ടും 100 താഴെയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അതിനെക്കുറിച്ചിട്ട് വലിയ അറിയേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ്. പിന്നെ ഇതുമാതിരി പ്രൈസ് കൂടിയാൽ എന്തായാലും നോർമൽ പർച്ചേസിങ് പവറിനെ ബാധിക്കും. ഈ പർച്ചേസിങ് പവറിനെ ബാധിക്കുമ്പം ഏറ്റവും കൂടുതൽ അഫക്റ്റ് ചെയ്യുന്ന ഒരു സെക്ടറാണ് നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് മേഖല. അപ്പം നമ്മുടെ സേവിങ്സ് പലപ്പോഴും അത് നമുക്ക് ബ്രേക്ക് ചെയ്ത് നമുക്ക് എടുക്കേണ്ടി വരുന്നു. അപ്പം ആ ഒരു ക്രൈസിസിനെ നമ്മൾ എങ്ങനെ മാനേജ് ചെയ്യും? നോർമലി നമ്മൾ കണ്ടുവരുന്നതെന്ന് വെച്ചാൽ ഇന്ത്യയിലുള്ള ആൾക്കാർ നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ്സ് തന്നെ നോക്കാം. പലരും ഇൻവെസ്റ്റ്മെൻറ്റ്സിലോട്ട് നമ്മുടെ ഈ ടോട്ടൽ പോപ്പുലേഷൻ്റെ ഏകദേശം 3% മാത്രമേ ഈ സ്റ്റോക്ക് മാർക്കറ്റ് അല്ലെങ്കിൽ അതർ ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്ഷൻസിലോട്ട് വന്നിട്ടുള്ളൂ. ടോട്ടൽ ഇന്ത്യയുടെ പോപ്പുലേഷൻസിൻ്റെ 3% പോലും ഇല്ല. അതൊരു എനിക്കൊരു FD അങ്ങനെയുള്ള കാര്യങ്ങൾ ഒഴിച്ചു നിർത്തിയാൽ ബാക്കിയുള്ള അതർ തേർഡ് പാർട്ടി ഫിനാൻഷ്യൽ പ്രോഡക്ട്സിലോട്ട് ആൾക്കാർ വന്നിരിക്കുന്നത് ഏകദേശം ലെസ് ദാൻ 3% ആണ്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്ക് ആദ്യം ഈ നോർമൽ കേസിൽ ഞാനൊരു പൗരനാണ്, എനിക്ക് ഇങ്ങനെയുള്ള കണ്ടിജൻസി സിറ്റുവേഷൻ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ എനിക്ക് ഒരു 2 അല്ലെങ്കിൽ 3 മാസത്തെ മിനിമം 2 മാസത്തെ എക്സ്പെൻസ് എങ്കിലും എൻ്റെ ബാങ്കിൽ ലിക്വിഡായിട്ട് കീപ്പ് ചെയ്യുക. ബാങ്കിൽ അല്ലെങ്കിൽ ലിക്വിഡ് ഫണ്ടുകളിൽ, ഡെറ്റ് ഫണ്ടുകളിൽ അതിൽ ലിക്വിഡായിട്ട് കീപ്പ് ചെയ്യുക. പിന്നെ അതർ ദാൻ അടുത്ത ഓപ്ഷൻസ് ആണ് നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ്സിലോട്ട് പോകാനുള്ളത്. അപ്പോൾ നോർമലി ഇവിടുത്തെ ആൾക്കാർ നോർമലി ചെയ്യുന്നതെന്ന് വെച്ചാൽ അങ്ങനെ ഒരു സംഭവമേ അവർക്കില്ല. ഇപ്പോൾ എല്ലാവരും ക്രെഡിറ്റിലാണ് ജീവിക്കുന്നത്. അപ്പോൾ അത് കുറച്ചാൽ മാത്രമേ ഈ ഒരു സിറ്റുവേഷൻ മാറ്റാൻ പറ്റത്തുള്ളൂ.